നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാർത്ഥനയ്ക്ക് ധാരാളം ശക്തിയുണ്ട് എന്നത് എല്ലാവർക്കും അറിവുള്ള വസ്തുതയാണ്. പ്രാർത്ഥന തീർച്ചയായും ദൈവം കേൾക്കും. ദൈവഹിതപ്രകാരമുള്ള മറുപടിയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം നൽകിത്തരും. ചില പ്രാർത്ഥനകൾക്ക് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള മറുപടി തരണമെന്ന് നിർബന്ധമില്ല. എങ്കിലും എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കുന്നുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സഹോദരി ഇന്ത്യയിൽ മിഷനു വേണ്ടി കടന്നു പോകുവാനിടയായി. ഈ സഹോദരി ഇംഗ്ലണ്ടിൽ പോയിക്കൊണ്ടിരുന്ന ചർച്ചിലെ പാസ്റ്റർ തൻ്റെ 2 മക്കളോട് ഈ സഹോദരിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്ത്യയിൽ പാർക്കുന്ന വീടിൻ്റെ പരിതാപകരമായ അവസ്ഥ, മഴ നനയുമ്പോൾ വെള്ളമൊട്ടും പുറത്തു പോകാതെ ആ വീടിനകത്ത് വീഴുന്ന വളരെ ദയനീയമായ കാര്യം. അതുമാത്രമല്ല, ചിലന്തിയും അതുപോലെയുള്ള ജീവജാലങ്ങളുമൊക്കെ ആ വീട്ടിനകത്തും പുറത്തുമൊക്കെ ഉണ്ട്. മാത്രമല്ല, വളരെ വിഷമുള്ള പാമ്പുകളും ഉള്ള സ്ഥലമാണ് എന്നൊക്കെ ഈ പാസ്റ്റർ തൻ്റെ 2 ആൺമക്കളോട് ഈ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി എല്ലാറ്റിൻ്റെയും ഒടുവിൽ ഈ 2 കുഞ്ഞുങ്ങളും ഉറങ്ങേണ്ടതിന് അവരവരുടെ മുറിയിലേക്ക് പോയി. മൂത്ത മകൻ ഉറങ്ങുന്നതിന് മുൻപ് തൻ്റെ കട്ടിലിനരികിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു: കർത്താവേ, ഞങ്ങളുടെ പ്രിയ ചേച്ചിയെ എല്ലാ അപകടങ്ങളിൽ നിന്നും വിടുവിച്ചു കൊള്ളണമേ. ഒരാപത്തും ഞങ്ങളുടെ ചേച്ചിക്ക് വരുവാൻ അനുവദിക്കരുത്. മാത്രമല്ല, വിഷമുള്ള പാമ്പുകളിൽ നിന്നും ഞങ്ങളുടെ ചേച്ചിയെ അങ്ങ് രക്ഷിക്കണമേ. അങ്ങനെ വളരെ കൃത്യമായി പ്രാർത്ഥിച്ചിട്ടാണ് ആ മൂത്ത പൈതൽ ഉറങ്ങുവാനായി കിടന്നത്. ഈ പ്രാർത്ഥന ശ്രദ്ധിച്ച ആ കുട്ടിയുടെ പിതാവ്, ഈ പാസ്റ്റർ, അത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. നിഷ്കളങ്കമായ ആ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ തൊട്ടു. പിറ്റേ ഞായറാഴ്ചത്തെ ആരാധനയിൽ അദ്ദേഹം ദൈവവചനം പ്രസംഗിച്ചപ്പോൾ നിഷ്കളങ്കമായ പ്രാർത്ഥനയും പ്രാർത്ഥനയുടെ ശക്തിയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയമായത്. പക്ഷേ ഈ കഥയുടെ, ഈ സംഭവത്തിൻ്റെ മറ്റൊരു ഭാഗം കൂടി ഉണ്ട് എന്ന് നാം അറിയണം. അത് മെഡിക്കൽ മിഷൻസ് കാത്രിൻ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ റിപ്പോർട്ടിൽ നിന്നാണ്. ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വന്ന ഈ പ്രിയ സഹോദരി ഒരു ദിവസം താൻ പാർക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുകയാണ്. ആ പോകുന്ന വഴിക്ക് ഒരു പാമ്പ് പത്തി വിടർത്തി തൻ്റെ മേൽ ചാടി വീഴാൻ വേണ്ടി നിൽക്കുന്നു. വല്ലാത്ത ഭയം തോന്നി. ഓടി രക്ഷപ്പെടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ കാലുകൾ വിറയ്ക്കുവാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചരണ്ട് പത്തി വിടർത്തി നിൽക്കുന്ന ആ പാമ്പിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അറിയാതെ ദൈവത്തോട് പ്രാർത്ഥിച്ചു: എന്നെ രക്ഷിക്കണമേ. തൻ്റെ മേൽ ചാടി വീഴാനായി നിൽക്കുന്ന ഈ പാമ്പ് തീർച്ചയായും ഉപദ്രവിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ഒന്നും ചെയ്യാതെ ആ പാമ്പ് മറ്റൊരു വശത്തേക്ക് മാറി ഇഴഞ്ഞങ്ങ് പോയി. ആ സഹോദരി വളരെ വേഗത്തിൽ ഓടി തൻ്റെ വീട്ടിലെത്തി വിറയാർന്ന കാലുകളോടെ ദൈവസന്നിധിയിൽ വീണ് ദൈവം രക്ഷിച്ചതിന് നന്ദി പറഞ്ഞു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് തൻ്റെ സ്നേഹിതരൊക്കെ അയച്ച ഒരുപാട് കത്തുകൾ,
ആ കത്തുകളുടെ കൂട്ടത്തിൽ താൻ ആരാധിച്ചു കൊണ്ടിരുന്ന ഇംഗ്ലണ്ടിലെ കൊച്ചു സഭയിൽ നിന്ന് വന്ന ഒരു കത്തുമുണ്ടായി. അത് തൻ്റെ പാസ്റ്ററുടെ കത്താണ്. അതിനകത്ത് എത്ര അഭിമാനത്തോടു കൂടെയാണ് മിഷണറി വേലയ്ക്ക് പോയ തന്നെക്കുറിച്ച് അവർക്ക് അഭിമാനമുള്ളത് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാറ്റിൻ്റെയും ഒടുവിൽ ആ പാസ്റ്റർ ഇങ്ങനെ എഴുതി: നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും എൻ്റെ മൂത്ത മകൻ പ്രാർത്ഥിക്കാറുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ചയും എൻ്റെ മകൻ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ വിഷമുള്ള പാമ്പുകളിൽ നിന്ന് നിന്നെ രക്ഷിക്കണമെന്നുള്ള കൃത്യമായ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആ പ്രിയ സഹോദരി ഓർത്തത്, അതേ ഞായറാഴ്ചയാണ് താൻ വഴി നടന്നു പോകുമ്പോൾ തൻ്റെ മേൽ ചാടി വീഴാൻ പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിൻ്റെ സംഭവം തൻ്റെ ഓർമ്മയിൽ വന്നത്. അവർ ദൈവത്തിന് ഒരുപാട് നന്ദി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമുക്ക് വേണ്ടി ആരൊക്കെ പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ നാം ഒക്കെ നിൽക്കുന്നത് നമുക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുകൂടിയാണ്. ആ പ്രാർത്ഥന ദൈവം തള്ളിക്കളയാത്തത് കൊണ്ടാണ്. നിങ്ങൾ വിളിക്കും മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളുമെന്ന് തിരുവെഴുത്തിൽ ഒരു വാക്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥന ദൈവം തള്ളിക്കളയുന്നില്ല. ദൈവമെല്ലാം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കരുത്. പ്രാർത്ഥന നിസ്സാരമായി എടുക്കരുത്. നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥനയ്ക്ക്